ദുരിതത്തിൻ്റെ ആഴങ്ങളിലാണ് സംസ്ഥാനത്തെ തീരദേശ മേഖല. കേരള തീരത്ത് കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ മാത്രം 777 പേർക്കാണ് കടലിൽ ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരം ജില്ലയിലാണ് മത്സ്യബന്ധന അപകടങ്ങളുടെ പട്ടികയിൽ മുന്നിൽ. ദുരന്തത്തിന് ഇരയായവർക്ക് സർക്കാർ നൽകിയ ധനസഹായമാകട്ടെ അപര്യാപ്തമായ തുകയാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന വിവരാവകാശ രേഖകളിലെ കണക്കുകളും വ്യക്തമാക്കുന്നത്. കേരള തീരത്തെ ആശങ്കകളുടെ തിരകൾക്ക് ശമനമില്ല. 2011 മുതൽ 2024 ജൂലൈ മാസം വരെയുള്ള 13 വർഷങ്ങളിൽ മത്സ്യബന്ധനത്തിനിടെയുണ്ടായ അപകടങ്ങളുടെ കണക്കുകളിലൂടെ കണ്ണോടിച്ചാൽ മാത്രം മതി ഈ വ്യാപ്തി അറിയാൻ. വിവിധ അപകടങ്ങളിലായി 775 മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയാണ് കടലപകടങ്ങളുടെ പട്ടികയിൽ മുന്നിൽ. 392 മത്സ്യത്തൊഴിലാളികൾ. രണ്ടാം സ്ഥാനത്ത് കൊല്ലം ജില്ലയാണ്. 155 പേർക്കാണ് ജില്ലയിൽ ജീവൻ നഷ്ടമായത്. എറണാകുളം 77, ആലപ്പുഴ 68, കണ്ണൂർ 64 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. മത്സ്യബന്ധന അപകട നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറമാണ്. ഓഖി ദുരന്തം വിതച്ച 2017 മാത്രം 189 മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത്. കാണാതായവരെ സംബന്ധിച്ചുള്ള കണക്കുകളും ചെറുതല്ല. ഇക്കാലയളവിനിടെ കാണാതായത് 113 പേരെയാണ്. അപകടത്തിന് പുറമെ കടൽക്ഷോഭത്തിൽ തകർന്ന വള്ളങ്ങളുടെയും ബോട്ടുകളുടെയും കൂടി എണ്ണമെടുത്താൽ 3000-ന് മുകളിൽ വരും. അപകടത്തിന് പിന്നാലെ സർക്കാരും ഫിഷറീസ് വകുപ്പും പ്രഖ്യാപിക്കുന്ന ധനസഹായം പോലും പര്യാപ്തമല്ലെന്നുമാണ് പുറത്തുവന്ന വിവരാവകാശാപേക്ഷയിലെ മറുപടി കണക്കുകളും വ്യക്തമാക്കുന്നത്. അപകടം സംഭവിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇതിനോടകം വിതരണം ചെയ്തത് 39 കോടി രൂപ മാത്രമെന്നാണ് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകിയ മറുപടി. ഈ മരണപ്പെട്ടവർക്കും കാണാതായവർക്കും മത്സ്യബന്ധന യാനങ്ങൾ നഷ്ടപ്പെട്ടവർക്കുമായി നഷ്ടപരിഹാരമായി ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുന്നത് 39 കോടി 34 ലക്ഷത്തിലേറെ രൂപയാണെന്ന് ഫിഷറീസ് വകുപ്പ് തന്നെ നൽകിയിട്ടുള്ള വിവരാവകാശാപേക്ഷയുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ ഓഖിയും മറ്റ് ദുരന്തങ്ങളിലൂടെയാണ് ഇത്രയും പേര് നഷ്ടപ്പെട്ടതായി ഫിഷറീസ് വകുപ്പ് തന്നെ നൽകിയിട്ടുള്ള ഈ വിവരാവകാശ രേഖ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ കൊല്ലം ജില്ലയിലെ അപകട കണക്കുകൾ പുറത്തുവിട്ടിട്ടുമില്ല. തൃശൂർ ജില്ലയിലെ കണക്കുകളാകട്ടെ പൂർണ്ണവുമല്ല. ദുരന്തവ്യാപ്തിയുടെ കണക്കുകൾ പുറത്തു വരുമ്പോഴും പ്രളയം കേരളത്തെ മൂടിയ കാലത്തും ചങ്കുറപ്പോടെ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് പ്രതിസന്ധിയിലുമാണ്. ഇവരിൽ പലരും ഇന്ന് ആത്മഹത്യയുടെ വക്കിലുമെത്തി നിൽക്കുന്നു. കെ പി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.